ധനുവച്ചപുരത്ത് റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് സെലീനാമയുടെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കാട്ടി മകൻ രാജൻ പാറശാല പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പരിശോധന തുടരുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, സെലീനാമയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് മകൻ തന്നെ പറയുന്ന ഒരു പശ്ചാത്തലം, പക്ഷെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മൃതദേഹം പുറത്തെടുക്കുന്നത്. ഏത് നിലയിലാണ് പരിശോധനകൾ തുടരുന്നത്? അല്പസമയം മുമ്പാണ് സെലീനാമയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തത്. ഇപ്പോൾ അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടവും ഒരുപക്ഷെ ഇവിടെ തന്നെ ഈ പള്ളി സെമിത്തേരിയുടെ കോമ്പൗണ്ടിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയേക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ 3 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഫോറൻസിക് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ടീമുണ്ട്. അതുകൊണ്ട് തന്നെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടി ഇവിടെ തന്നെ നടത്താൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ ഒരുപക്ഷെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് കല്ലറ തുറന്ന് മൃതദേഹം 16 ദിവസം പഴക്കമുള്ള മൃതദേഹം പുറത്തെടുത്ത് എത്രത്തോളം ജീർണിച്ച അവസ്ഥയിലാണെന്നതിനനുസരിച്ചിരിക്കും പോസ്റ്റ്മോർട്ടം ഇവിടെ വേണമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. ഏതായാലും ദുരൂഹതയുണ്ട് എന്ന പരാതി, മകന്റെ പരാതി ഉണ്ടായിരുന്നു. അന്ന് സംസ്കാരം നടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നില്ല. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആ രീതിയിൽ സാധാരണ ഒരു മരണം എന്ന നിലയിലായിരുന്നു അന്ന് സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയത്. പക്ഷെ അതിനുശേഷമാണ് മകൻ ഇത്തരമൊരു പരാതിയും സംശയവും ഉന്നയിക്കുന്നത്. മകൻ പാറശാല പോലീസിൽ പരാതി നൽകി. പോലീസ് പിന്നീട് ഇത് റവന്യൂ വകുപ്പിനെ അറിയിക്കുകയും ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും RDOയോട് ഈ പോസ്റ്റ്മോർട്ടം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിനുള്ള കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഏതായാലും ഇതോടുകൂടി വിശദ ദുരൂഹത മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ, ചതഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 3.5 പവനോളം വരുന്ന സ്വർണ്ണമാല കാണാതെ പോയിരുന്നു. ഈ സംശയങ്ങളാണ് ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന ഒരു സംശയം കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇടയാക്കിയത്. മാത്രമല്ല അവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. 75 വയസ്സുണ്ട്. വിരമിച്ച നഴ്സിംഗ് അസിസ്റ്റന്റാണ് ആശുപത്രിയിലെ. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും അപായപ്പെടുത്തതാണോ എന്ന സംശയമാണ് കുടുംബാംഗങ്ങൾക്കുള്ളത്. ആ സംശയം ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ മണിവിള പള്ളിയിൽ പുരോഗമിക്കുന്നത്. നിലവിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നും വലിയ തോതിൽ നേരത്തെ പുറത്തു വന്നൊരു പശ്ചാത്തലമില്ല. ഇപ്പോഴാണ് ഇതിൽ വാർത്താ ശ്രദ്ധയുണ്ടാകുന്നത്. ദുരൂഹതയുണ്ട് എന്നതിനപ്പുറത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പങ്കുവെക്കാനും സാധിക്കില്ല. മകൻ പറയുന്നതനുസരിച്ച് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൃതദേഹം കുളിപ്പിച്ച സമയത്ത് മുറിപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. ഇപ്പോൾ അവിടെ അങ്ങനെ പ്രദേശവാസികളോ മറ്റുള്ളവരോ ഒക്കെ ഉണ്ടോ? ഏത് നിലയിലാണ്? മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അകത്തേക്ക് പ്രവേശനം നൽകിയിട്ടില്ല അല്ലേ? ഇല്ല, മാധ്യമങ്ങളെ പള്ളിയുടെ ഗേറ്റിന് പുറത്താണ് നിർത്തിയിരിക്കുന്നത്. അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. പോലീസിന്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ മാത്രമാണ് അവിടെ ഉള്ളത്. നാട്ടുകാർക്ക് സംശയമുണ്ട്, വീട്ടുകാർക്കും ആ സംശയം വന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പരിശോധനയിലേക്ക് ജില്ലാ ഭരണകൂടം പോലീസുമൊക്കെ കടന്നിരിക്കുന്നത്. ഈ പരിശോധനയിൽ വ്യക്തമായ ഒരു ഉത്തരം കിട്ടും. എങ്ങനെയാണ് സെലീനാമ മരിച്ചത്? ഈ തരത്തിലുള്ള അസുഖങ്ങളുടെ ഭാഗമായി പ്രായമായുള്ള സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്തലോ ഉപദ്രവമോ അവർക്കുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. ആ പ്രദേശത്ത് ആളൊഴിഞ്ഞ പ്രദേശമാണ് അവരുടെ വീടുള്ളത്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഇത്തരം സംശയങ്ങൾ വരുന്നത്. ആരെങ്കിലും അവിടെ ആരുമില്ലാത്ത സമയത്ത് 2 മക്കളും 2 സ്ഥലങ്ങളിലാണ്. അതുപോലെ വല്ലപ്പോഴും വീട്ടിലെത്തുന്ന സഹായി മാത്രമാണുള്ളത്. അവരില്ലാത്ത സമയത്ത് ഇവരെ അപകടപ്പെടുത്തിയതാണോ? കാരണം ഈ സഹായിയായ സ്ത്രീ വീട്ടിലേക്ക് വരുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും സംശയം ആ രീതിയിലാണ് സംശയം ഉയർന്നു വന്നത്. ആരെങ്കിലും അപായപ്പെടുത്തിയതാകാമെന്നൊരു സംശയം. ഏതായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇവിടെ ഡിവൈഎസ്പി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഉണ്ട്. മറ്റേ തഹസിൽദാറിനെ പോലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുമുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റും ഈ പോസ്റ്റ്മോർട്ടം നടപടികളും നടക്കുക. അത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, എന്തായാലും നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം VV അരുൺ സൂചിപ്പിക്കുന്നത് പോലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. ഇടതുപക്ഷത്തോട് തെറ്റിപ്പിരിഞ്ഞ കലാരാജു UDF കൗൺസിലർമാർക്കൊപ്പമാണ് യോഗത്തിന് എത്തിയത്. UDF കൗൺസിലർമാരുടെ പ്രതിഷേധത്തിലും കലാരാജു പങ്കെടുത്തു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, നേരത്തെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു കലയുടെ കൂറുമാറ്റം. അതിൽ കലയുടേതായ ന്യായീകരണം ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അവഹേളനമാണ് ഉണ്ടായത്. സാമ്പത്തികമായ വിഷയമടക്കം സഹകരണ ബാങ്കിലും
നടക്കുന്ന സാമ്പത്തിക തിരിമറിയടക്കം ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയെടുത്തില്ല എന്ന ആക്ഷേപമടക്കം ഉന്നയിച്ചു. എന്നാൽ അങ്ങനെയല്ല, ഈ UDF ആണ് തട്ടിക്കൊണ്ടുപോയത് കലയെ എന്ന നിലപാടിൽ ആയിരുന്നു ഇടതുപക്ഷവും നിന്നത്. ഇപ്പോഴെങ്ങനെയാണ് ഈ യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്? കലയുടെ നിലപാടെന്താണ്? മറ്റു വിവരങ്ങൾ? അഭിലാഷ്, കലാരാജുവും ഈ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ പോരിൽ തുടങ്ങിയപ്പോൾ അതിൽ പ്രതിപക്ഷത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കൗൺസിൽ യോഗം തടസ്സപ്പെടുന്ന ഒരു തരത്തിലേക്ക് പ്രതിപക്ഷ ബഹളം മാറിയിട്ടുണ്ട്. അതായത് UDF ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആണ് UDF അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഈ അടിയന്തര പ്രമേയം തള്ളിയ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ബഹളം വെച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതേസമയം ഈ പ്രതിപക്ഷത്തിനൊപ്പം കലാരാജുവും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. കൗൺസിലർമാരെ കള്ളക്കേസിൽ കുടുക്കിയത്, അതുപോലെ കലാരാജുവിനെതിരെയുള്ള ആക്രമണവും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് പ്രമേയം മുന്നോട്ട് വെച്ചത്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കണമെന്ന് UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 18-നാണ് ഈ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവനും വൈസ് ചെയർപേഴ്സൺ ചെയർമാൻ സണ്ണി കുര്യാക്കോസിനുമെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിലുള്ള ചർച്ച നടത്താൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നത്. അതേസമയം അതേ തുടർന്ന് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകലും സംഘർഷവും ഒക്കെ നടന്നതിനെ തുടർന്ന് നിരവധി കേസുകൾ അതിനെ തുടർന്നുണ്ടായി. അതുപോലെ തന്നെ 18 നടന്ന സംഭവങ്ങളിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നുള്ള എറണാകുളം റൂറൽ എസ്പിയുടെ രഹസ്യാന്വേഷണ വിഭാഗം എന്നിവർ കണ്ടെത്തി നടപടിക്കായിട്ട് അതിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ന് നടക്കുന്ന ഇപ്പോൾ കൗൺസിൽ യോഗത്തിന്റെ ഭാഗമായിട്ട് ഇതിൽ സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നിരുന്നാൽ പോലും കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ UDF കൗൺസിലർമാർ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു. അതിലെ കൗൺസിലർമാരെ കള്ളക്കേസിൽ കൊടുക്കുന്നത് ഉൾപ്പെടെയും കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുമുള്ള സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും. ആ സാഹചര്യത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ യോഗത്തിൽ നിന്നും പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാധ്യമപ്രവർത്തകരെ കൗൺസിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. ഡൽഹിയിൽ ഇന്ന് കലാശക്കൊട്ട്. ഒരു മാസത്തിനടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഡൽഹിയിൽ വാശിയേറിയ പ്രചാരണമാണ് നടന്നത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി വോട്ട് ചോദിച്ചപ്പോൾ അഴിമതി ആരോപണങ്ങളും നേതാക്കൾ ജയിലിൽ പോയതും BJPയും കോൺഗ്രസും ആയുധമാക്കി. യമുനയിലെ വിഷാംശ പരാമർശവും MLA-മാരുടെ രാജിയും ഒടുവിൽ രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്.